എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്കിൽ നിന്ന് UAE പിൻവാങ്ങി. മെയ് 1 മുതൽ ഒപെക്കിൽ നിന്നും ഒപെക് പ്ലസിൽ നിന്നും വിട്ടുനിൽക്കാനാണ് തീരുമാനം. ഹോർമുസ് പ്രതിസന്ധിയുടെ കൂടി പശ്ചാത്തലത്തിൽ കൂടുതൽ സ്വതന്ത്രമായ ഉൽപ്പാദനം ലക്ഷ്യമിട്ടാണ് കൂട്ടായ്മയിൽ നിന്ന് പിൻവാങ്ങുന്നതെന്ന് UAE വ്യക്തമാക്കി. വിയന്നയിൽ നിർണായകമായ ഒപെക് യോഗം നടക്കാനിരിക്കെയാണ് എണ്ണ മേഖലയെ ഞെട്ടിച്ചുകൊണ്ടുള്ള UAEയുടെ പിന്മാറ്റം. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിനോജ്, ഇറാൻ US ചർച്ചയിൽ കാര്യമായ പുരോഗതി ഒന്നുമില്ല. ഒരുപക്ഷെ യുദ്ധം നീളാനുള്ള സാധ്യത തന്നെയാണ് അത് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. ഈ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണോ ഇപ്പോൾ UAEയുടെ ഇങ്ങനെയൊരു പിന്മാറ്റം? അലിഷ, എണ്ണ മേഖലയിൽ ഞെട്ടിക്കുന്ന ഒരു തീരുമാനമാണ് UAE ഇന്ന് പ്രഖ്യാപിച്ചത്. കാരണം വളരെ ദീർഘകാലമായി ഒപെക്കിലെ അംഗമായിരുന്നു UAE. 1960 ഒപെക് രൂപീകരിക്കുന്നത്. അതിൽ 1967 മുതൽ അബുദാബി എമിറേറ്റ് എന്നുള്ള നിലയിൽ UAE അംഗമാണ്. പിന്നെ 1971 UAE രൂപീകരിക്കുന്നതും പിന്നീട് അതിലെ വളരെ ശക്തമായ അംഗമായി UAE നിലകൊള്ളുകയായിരുന്നു. ഇപ്പോൾ ഹോർമുസിൽ പ്രതിസന്ധിയുണ്ട്. അതേപോലെ തന്നെ അറേബ്യൻ ഗൾഫിലും എണ്ണ വിതരണത്തിന് പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സ്വതന്ത്രമായ ഒരു എണ്ണ ഉൽപ്പാദനവും എണ്ണ വിതരണവും ആവശ്യമാണ് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് UAE ഇപ്പോൾ ഒപെക് അംഗത്വം പിൻവലിക്കുന്നത്. അതേപോലെ തന്നെ ഒപെക് പ്ലസിൽ നിന്നും UAE പിന്മാറുകയാണ്. മെയ് 1 മുതൽ ഈ രണ്ട് കൂട്ടായ്മയുടെയും അംഗമായിരിക്കില്ല UAE എന്നുള്ളതാണ്. ഇത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം എന്നുള്ള നിലയിൽ എടുത്ത തീരുമാനമായിട്ടാണ് UAE മന്ത്രിമാരൊക്കെ ഇതിനോട് പ്രതികരിക്കുന്നത്. പ്രത്യേകിച്ച് എണ്ണയുടെ അധികാരം ആർക്ക് എന്നുള്ള ഒരു ചോദ്യം ഇനി അടുത്ത ദിവസങ്ങളിൽ എന്തായാലും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. കാരണം സൗദി, കുവൈത്ത്, ഇറാൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് ഇപ്പോഴത്തെ ഒപെക് കൂട്ടായ്മ. ഇപ്പോൾ ഇറാനുമായി പ്രതിസന്ധി അല്ലെങ്കിൽ അതേപോലെ സംഘർഷവും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ ഉൾപ്പെടുന്ന ഒപെക്കിൽ തുടരുന്നതിൻ്റെ ഒരു സാങ്കത്യവും UAE ചോദ്യം ചെയ്യുന്നുണ്ട് എന്ന് വേണം ഈ തീരുമാനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിലപാടുകൾ UAE വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അലീഷ, കഴിഞ്ഞ ദിവസങ്ങളിലെ UAE പ്രസിഡന്റിൻ്റെ ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷിൻ്റെ പ്രസ്താവന പുറത്തു വന്നിരുന്നു. അതിൽ അദ്ദേഹം വളരെ നിശ്ചിതമായി, വളരെ ശക്തമായ ഭാഷയിൽ GCCയെയും അതേപോലെ തന്നെ അറബ് ലീഗിനെയും വിമർശിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ സംഘർഷ കാലഘട്ടത്തിൽ UAEക്കൊപ്പം നിൽക്കാൻ അറബ് ലീഗും തയ്യാറായില്ല. അത് പ്രതീക്ഷിച്ചതായിരുന്നു. അതേസമയം ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി അത്തരം നിലപാടുണ്ടായി. അത് പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നൊരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം അൻവർ ഗർഗാഷ് നടത്തിയത്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം കൂടി ആണ് ഇന്ന് ഇപ്പോൾ ഒപെക്കിൽ നിന്ന് പിൻവാങ്ങിയതായിട്ടുള്ള പ്രഖ്യാപനം. നേരത്തെ 2 വർഷം മുമ്പ് അങ്കോള ഈ ഒപെക്കിൽ നിന്ന് പിന്മാറിയിരുന്നു. അതേപോലെ തന്നെ 2019 ഖത്തറും ഈ കൂട്ടായ്മയിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. അന്ന് ഖത്തർ ചൂണ്ടിക്കാട്ടിയത് അവർ പെട്രോൾ ഉൽപ്പാദനത്തിന് ഉപരി LNG ഉൽപ്പാദനത്തിന് ആണ് പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കൂട്ടായ്മയിൽ തുടരേണ്ടതില്ല എന്നുള്ളൊരു കാരണം ചൂണ്ടിക്കാട്ടിയാണ് അന്ന് ഖത്തർ പിൻവാങ്ങിയത്. ഇപ്പോഴിത് അങ്കോളയ്ക്കും ഖത്തറിനും പിന്നാലെ UAEയും ഒപെക്കിൽ നിന്ന് പുറത്തു പോവുകയാണ്. ഇപ്പോൾ അതിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 11ആയി ചുരുങ്ങുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എണ്ണയുടെയും എണ്ണ വിലയുടെയും ഒക്കെ അധികാരം ഇനി ആർക്കാണ് എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്ന ചോദ്യമാണ് ഇനി ഈ മേഖലയിൽ ഉണ്ടാവുക. ഇതുവരെ 80%, അതായത് ലോകത്തെ എണ്ണ ഉൽപ്പാദനത്തിൻ്റെ 80% കൈയാളിയിരുന്ന രാജ്യങ്ങളാണ് ഒപെക് അംഗങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വലിയ ഒരു ഉൽപ്പാദക രാജ്യമായ UAE പിന്മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി എണ്ണവിലയും അതേപോലെ തന്നെ ഉൽപ്പാദനത്തിൻ്റെ തോതും മറ്റും തീരുമാനിക്കുന്ന കാര്യത്തിൽ ഒപെക് എത്രമാത്രം നിർണായകമാണ് എന്നുള്ളൊരു ചോദ്യം കൂടി UAEയുടെ പിന്മാറ്റം ആഗോളതലത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അലീഷ, ഷിനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഖത്തറും അങ്കോളയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനു മുമ്പ് ഒപെക്കിൽ നിന്ന് പുറകോട്ടേക്ക് പോയിരുന്നു. പക്ഷെ നിലവിലത്തെ സാഹചര്യം അങ്ങനെയല്ല. ആഗോളതലത്തിൽ എണ്ണ വില കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ച് $112 ഇപ്പോഴത്തെ ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വില എന്ന് പറയുന്നത്. നിലവിലത്തെ സാഹചര്യം പരിഗണിച്ച് നോക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ഒപെക്കിലെ രാജ്യങ്ങളും അതുപോലെ തന്നെ GCC രാജ്യങ്ങളൊക്കെ തന്നെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയം കൂടിയാണ്.
ഒരുപക്ഷെ UAE അനുനയിപ്പിക്കാനുള്ള നീക്കം ഏതെങ്കിലും തരത്തിൽ പുരോഗമിക്കുന്നുണ്ടോ? ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ടോ? അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ UAE ചില സുപ്രധാന ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ടാണല്ലോ ഈ ഇറങ്ങിപ്പോക്ക് നടത്തിയിരിക്കുന്നത്. അതായത് ഒപ്പം നിൽക്കേണ്ട സമയത്ത് ഒരുമിച്ച് നിന്നില്ല എന്നൊരു ആരോപണം UAE നടത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ കൂടി ഈ ഒപ്പക്കിലെ മറ്റു രാജ്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതല്ലേ? തീർച്ചയായും അത്തരമൊരു ആരോപണം UAE ഉന്നയിക്കുന്നുണ്ട്. നിർണായക സമയത്ത് കൂടെ നിന്നില്ല എന്നുള്ളൊരു പരാതി അല്ലെങ്കിൽ ആരോപണം UAE ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്വതന്ത്രമായ നിലപാടുകളിലേക്ക് UAE പോകുന്നു, അല്ലെങ്കിൽ സ്വതന്ത്രമായ എണ്ണ വ്യാപാരത്തിലേക്ക് UAE നീങ്ങുന്നു എന്ന് വേണം ഈ നീക്കത്തെ മനസ്സിലാക്കാൻ. കാരണം അങ്ങനെ തന്നെയാണ് UAE ഔദ്യോഗിക വാർത്താ ഏജൻസികളും ഇക്കാര്യത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് കൂടുതൽ സ്വതന്ത്രമായി രാജ്യ താൽപര്യത്തിന് മുൻഗണന നൽകിക്കൊണ്ട് UAE ഒപ്പക്കിൽ നിന്ന് പിൻവാങ്ങുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ സ്വതന്ത്രമായ ഒരു എണ്ണ ഉൽപാദനവും എണ്ണ വിതരണവുമാണ് ലോകത്തിന് ആവശ്യം എന്നുള്ളത് കൊണ്ട് ഒപ്പക്കിൽ നിന്ന് പിന്മാറി കൂടുതൽ സ്വതന്ത്രമായി കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാനും അത് രാജ്യത്തിൽ വിതരണം ചെയ്യാനും ലോകത്തെമ്പാടും വിതരണം ചെയ്യാനും തീരുമാനമെടുക്കാനുള്ള ഒരു സ്വതന്ത്രമായ നീക്കത്തിൻ്റെ ഭാഗമായാണ് ഈ പിന്മാറ്റം എന്നാണ് UAE വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. ഇത് ഒപ്പക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടക്കുമോ എന്ന് കാത്തിരുന്നു. കാരണം അടുത്ത നിമിഷങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ വിയന്നയിൽ ഒപ്പക്കിൻ്റെ നിർണായകമായ ഒരു മീറ്റിംഗ് നടക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ജിദ്ദയിൽ GCC രാജ്യങ്ങളുടെ നിർണായകമായ സമ്മേളനം നടക്കുന്നുണ്ട്. അതിലെല്ലാം ഇത് വലിയൊരു ചർച്ചയാകാൻ സാധ്യതയുണ്ട്. എന്തായാലും അനുനയിപ്പിക്കാനും UAE കൂടെ നിർത്താനും ഒരു ശ്രമം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. അനീഷ, അതാണ് ശരി. ഷിനോജ് സംസദിന് ഏതായാലും ഒപ്പക്കിൽ നിന്ന് UAE വിട്ടു നിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നിലവിൽ.